വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ സനൽമാണൊക്കെ എത്തിയിരിക്കുന്നു ഗായ്സ്. ഇങ്ങോട്ടാ സൂര്യരശ്മികൾ പതിക്കും. പിന്നെ ഞാനേ കണ്ടുള്ളൂ അവയെ. ഞങ്ങൾ ഇവിടെ ഫോട്ടോഷൂട്ടിന് വന്നപ്പോ ഇവിടെ വേറൊരാളും കൂടി കണ്ടു. ആരാണത്? അനുപാൽ. ആരാണ് അനുപാൽ? എങ്ങനെയുണ്ടായിരുന്നു മുടിയെല്ലാം മുറിച്ചിട്ട്? എനിക്കറിയില്ല ഇന്ന് രാത്രി എന്താ ഉണ്ടാവുക, ഇനി ഇതിന്റെ ബാക്കി ഞാൻ എന്താ ചെയ്യുമെന്ന് എനിക്കറിയില്ല. ലെറ്റ്സ് സീ. A few moments later. അപ്പൊ പിന്നെ ഹാപ്പി വിഷു. വിഷു അടിപൊളിയായി ആഘോഷിക്കണം എന്നായിരുന്നു എനിക്കുണ്ടായത്. പക്ഷേ എൻ്റെ എക്സ്പെക്റ്റേഷൻസ് മൊത്തം തകർത്തുകൊണ്ടാണ് ഈ ഒരു വിഷു വന്നത്. പാർട്ട് 1 കണ്ടവർക്ക് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. ഹെൽത്ത് ഭയങ്കര വീക്കായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ വിഷു തലേന്ന് അടിപൊളിയായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഒട്ടും ആരോഗ്യമില്ലെങ്കിലും വിഷുവിൻ്റെ അന്നത്തെ ദിവസം ഞാൻ എൻ്റെ വിഷു സ്റ്റാർട്ട് ചെയ്തത് ഒരു കമ്പിത്തിരിയിലാണ്. വെടിപൊട്ടിക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷേ ഓടാനൊന്നും വയ്യ. അതുകൊണ്ട് കമ്പിത്തിരിയിൽ സ്റ്റാർട്ട് ചെയ്തു. ഇതെൻ്റെ അനിയൻ, അവന് ഭയങ്കര ക്രേസാണ് പടക്കങ്ങളോട്. വിഷു എന്ന് പറയുമ്പം തന്നെ ഒരു മാസം മുന്നേ അവൻ പടക്കങ്ങളൊക്കെ വാങ്ങിച്ചു വെക്കും. അത്രയും ക്രേസാണ്. രാവിലെ കണി കണ്ട് ഞങ്ങൾക്ക് മാലപ്പടക്കം പൊട്ടിക്കുന്ന ഒരു ശീലമുണ്ട്. അപ്പം അതിൻ്റെ പ്രിപ്പറേഷനിലായിരുന്നു അവൻ. ആക്ച്വലി ഗുഡ് മോർണിംഗ് അല്ല, ഗുഡ് ആഫ്റ്റർനൂൺ ആയി. ഇന്നലെ നിങ്ങൾ കണ്ടായിരുന്നല്ലോ, ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. ഒന്നുമില്ല, ജസ്റ്റ് ഒരു മണിക്കൂർ ഒബ്സർവേഷനിലായിരുന്നു, ഗ്ലൂക്കോസ് കയറ്റി. അപ്പം പിന്നെ ഒന്നും കഴിയുന്നുണ്ടായിട്ടില്ല. പിന്നെ രാവിലെ എണീറ്റു, അതിന് ശേഷം കണി കണ്ടു. അതിന് ശേഷം ഞാൻ പിന്നെ പോയി കിടന്നു. എനിക്ക് വീണ്ടും ഒന്നും കഴിയുന്നുണ്ടായിട്ടില്ല. അപ്പം കണി കണ്ടു, പിന്നെ ആദ്യം ഉറങ്ങിപ്പോയി. അപ്പം എനിക്ക് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചല്ലോ ഞാൻ ചായ കുടിക്കുന്നുണ്ടായത്. ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ഉണ്ണിയപ്പത്തിൽ എന്തോ പറ്റിയതാണ്. ചായ കുടിച്ച് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് ആയപ്പോൾ എനിക്ക് ഫുൾ തിരക്കാൻ തുടങ്ങി. ഇതൊന്നും തിരിയുന്നില്ല. ലൈക്ക് വോമിറ്റ് ചെയ്യാൻ തോന്നുന്നു, ബാത്റൂം പോകാൻ തോന്നുന്നു, ഒന്നും മനസ്സിലാവുന്നില്ല. എന്താ പ്രശ്നമൊന്നും മനസ്സിലാവുന്നില്ല. ലാസ്റ്റ് ഛർദ്ദിച്ചു കുറേ ഛർദ്ദിച്ചു. 2-3 പ്രാവശ്യം ഞാൻ ഛർദ്ദിച്ച്. എന്നിട്ട് അമ്മ വന്നിട്ട് അമ്മനോട് കാര്യം പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു വാ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മേനെയും കൂട്ടി ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിലും ഛർദ്ദിച്ചു. ഭയങ്കര പ്രശ്നമാണ് ഉണ്ടായത്. അതിനുശേഷം ഡോക്ടർ പറഞ്ഞു വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല, കുഴപ്പമില്ല, ഒരു ഗ്ലൂക്കോസ് കയറ്റിക്കഴിഞ്ഞാൽ ശരിയാവും, കുറച്ച് മരുന്നും തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 1.5 മണിക്കൂർ ഒബ്സർവേഷനിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു. അപ്പം ഇന്നത്തെ പ്ലാനിങ്സ് ഒന്നും എനിക്കറിയില്ല. ഞാൻ ജദേനെയും ഉണ്ടച്ചീനെയും വിളിച്ചിട്ടുണ്ട്. ഫുഡ് നമ്മൾ ഇവിടുന്ന് കഴിക്കും. അതിനുശേഷം ഒന്നും അറിയില്ല, എന്താണ് വഴിയേ നടക്കുന്നത് അതെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അമ്മ അറിയില്ല. നെക്സ്റ്റ് നമ്പർ ഹാപ്പി വിഷു. You look so pretty.
ഹൽവ. സദ്യ കഴിക്കാൻ പോവാണ് ഗായ്സ്. കണ്ണൂക്കാര സദ്യ ഇറ്റ്സ് സംതിങ് സ്പെഷ്യൽ. എന്തെന്നറിയോ, ഞങ്ങളെ സദ്യയിലെ മെയിൻ ഹീറോ നോൺ വെജാ. ചിക്കൻ ആയിക്കോട്ടെ, മീനായിക്കോട്ടെ, മട്ടൺ ആയിക്കോട്ടെ, ബീഫ് ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരാൾ ഞങ്ങളെ സദ്യയിലുണ്ടാവും. അല്ലാണ്ട് ഞങ്ങൾക്ക് ഇറങ്ങൂലെന്ന്. എൻ്റെ വീട്ടിൽ യൂഷ്വലി ഈ വിഷു സമയത്തൊക്കെ ഒന്നുകിൽ ബിരിയാണി അല്ലെങ്കിൽ നെയ്ച്ചോറും ചിക്കൻ കറിയും ഇതാണ് ഉണ്ടാവുക. പക്ഷേ ഇന്ന് 3 ഗസ്റ്റ് വന്നതുകൊണ്ടും അവർക്ക് സദ്യ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടും ഞങ്ങൾ സദ്യയിലാണ് ഫോക്കസ് ചെയ്തത്. പക്ഷെ മെയിൻ ഹീറോ എന്നിട്ടും മാറി നിന്നിട്ടില്ല കേട്ടോ. ചിക്കൻ കറി അത് നിർബന്ധം. എനിക്ക് ഈ എരിവും പൊളിയൊന്നും ഓവറായിട്ട് കൂട്ടാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അതൊക്കെ മാറ്റി വെച്ചു. ആൻഡ് ഇന്നത്തെ ദിവസം ഭയങ്കര ത്രിൽഡാണ്. കാരണം ഒരു ഭാഗത്ത് ഫുഡ് വ്ളോഗറും ഒരു ഭാഗത്ത് ഡെയിലി വ്ളോഗറും തമ്മിലുള്ള ഏറ്റുമുട്ടല. ഇതിൻ്റെ രണ്ടിലും ഇടയിൽ പെട്ടിട്ടാണ് എൻ്റെ ഉണ്ടച്ചി ഉള്ളത്. കാരണം അവൻ ഈ സദ്യ എങ്ങനെ കഴിക്കണമെന്നും അറിയുന്നില്ല, ഇവരുടെ ഇടയിൽ എങ്ങനെയാണ് ഇത് ആക്ടിങ്ങോടെ കഴിക്കാൻ പറ്റുന്നത് അതും അറിയുന്നില്ല. അതിന് കൺഫ്യൂഷൻ അടിച്ചിട്ടാണ് അവനുള്ളത്. ആൻഡ് ഈ വിളമ്പുന്നാരാന്നറിയോ, അതെൻ്റെ സിന്ധമ്മ, എൻ്റെ അമ്മയുടെ ചേച്ചിയാണ്. ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് ഈ വിഷു ആഘോഷിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് സംതിങ് സ്പെഷ്യൽ. ഫാമിലി എല്ലാവരും ഒരുമിച്ചുണ്ടാവുമ്പോൾ അത് വേറെ തന്നെ ഒരു ത്രില്ലാണ് അല്ലേ. എങ്ങനെയുണ്ടായിരുന്നു സദ്യ? എങ്ങനെയുണ്ടായിരുന്നു സദ്യ? അങ്ങനെ ഫുഡ് അടിയും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് കൈനീട്ടം സെഷനിലേക്കാണ്. കുറേ വാങ്ങാനും കൊടുക്കാനും ഉള്ളതുകൊണ്ട് വീഡിയോ എടുക്കാനും ചെറുതായിട്ട് മറന്നുപോയി. വെയിറ്റ് ആ ഗസ്റ്റ് റോൾ പോകുന്ന ആളെ കണ്ടോ? പുള്ളിക്കാരനാണ് എൻ്റെ അച്ഛൻ. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എനിക്ക് കൈനീട്ടം തന്നത് ആദ്യം അമ്മമ്മയാണ് കേട്ടോ. ഒരുപാട് വർത്താനം പറഞ്ഞു അമ്മമ്മ. ലൈക്ക് ഈ പൈസ ഞാൻ തരുന്നുണ്ടെങ്കിൽ അത് 100 ഇരട്ടിയാവട്ടെ എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹമൊക്കെ വാങ്ങിച്ചു. പിന്നെ ഞാൻ നേരെ ഫോട്ടോ സെഷനിലേക്കാണ് പോയത്. വെയിലത്ത് കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ ഞാൻ ഫോട്ടോസൊക്കെ എടുക്കുന്നത്. ഫുഡ് അടിയും പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മളൊരു സ്ഥലത്ത് പോവുകയായിരുന്നു. ട്രയോലെ 3ാമത്തെ ഒരാളെ കാണാൻ വേണ്ടി പുത്തൂരേക്ക് പോവാണ് ഗായ്സ്. ബസ് കയറിയപ്പോഴാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഹരി എന്നെ ലണ്ടനിൽ നിന്ന് വിളിക്കുന്നത്. അവനവിടെ വർക്ക് ചെയ്യും അതേപോലെ പഠിക്കുകയും ചെയ്യാണ്. ആൻഡ് അവനവിടെ വിഷു ഇല്ല എന്ന് പറഞ്ഞ സങ്കടം തീർക്കാനാണ് വിളിച്ചത്. ഹി വാസ് സച്ച് എ നൈസ് ആൻഡ് ജെന്യൂൻ ഗൈ വിച്ച് ഐ എവർ ഗോട്ട് ഫ്രം കോളേജ്. അവനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു വ്ളോഗൊന്നും പോരാ. ആൻഡ് ഐ മിസ് യു. ഇതാണ് നമ്മളെ കാർവോസ്. ഇങ്ങോട്ടോക്ക് ഇപ്പറ ഹാപ്പി വിഷു പറ. ഇതാണ് കാവ്യൻ്റെ വീട്. ഭയങ്കര വൈബാണ്. ബാക്കി ഫുൾ സെൻസേർഡാട്ടോ. സെൻസേർഡ് ഒന്നുമല്ല, എന്നെക്കുറിച്ച് തന്നെ പറയുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ തടിക്കാത്തത്, എന്തുകൊണ്ടാണ് ഫുഡ് കഴിക്കാത്തത്. ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് പക്ഷെ തടിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്കും അറിയില്ല. പിന്നെ ഞങ്ങൾ 3 പാരൻസ് ഭയങ്കര ഫ്രണ്ട്ലി ആണ്. അതുകൊണ്ട് എന്ത് പറയാം, ഒരു കുഴപ്പമില്ല. അങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുകയാണ്. ബൈ ദ വൈ ഞങ്ങളെ പറ്റി ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. ഞങ്ങളാണ് ട്രയോ. ഞങ്ങൾ സ്വന്തമായിട്ട് വിളിക്കുന്ന പേരാണ് ട്രയോ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇതാണ് കാവ്യ, ചിന്നൂസ്. അവള് മംഗലാപുരമാണ് പഠിക്കുന്നത്, MB ആണ് പഠിക്കുന്നത്. പിന്നെ പുള്ളിക്കാരീനെ കിട്ടാൻ ഭയങ്കര പണിയായിരുന്നു. ഞാനും സതി നേരെ അവളെ വീട്ടിലേക്ക് പോയി. അതാണ് ഞങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത ഞങ്ങൾ വിചാരിച്ചു. ഇവർക്ക് ഇങ്ങനെ ഒരുക്കി കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. വല്ലപ്പോഴും കിട്ടുന്ന ഒരു അവസരമാണ്, അതുകൊണ്ട് ഞാനത് പാഴാക്കിയിട്ടില്ല. പിന്നെ ഇതാണ് സദ. രാവിലെ കണ്ടല്ലോ ഞങ്ങളെ നായിനു, സ്വന്തം നായിനു. ആള് കാലിക്കറ്റാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ 3 ഡിഫറെൻറ്റ് സ്കൂളിൽ നിന്ന് വന്ന 3 ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സുള്ള ആൾക്കാരാണ്. എങ്ങനെ പോകണ്ടായി എപ്പോൾ പോകണ്ടായി ചോദിച്ചാൽ ഞങ്ങൾക്കറിയില്ല. പക്ഷേ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾ 3 ആൾക്കാരും ഒരുമിച്ച് അവിടെ അവൈലബിൾ ആയിരിക്കും. അത്
എന്തോ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിലുള്ള ഒരു പോസിറ്റീവ് കാര്യമാണത്. ആൻഡ് സങ്കടത്തോടെ വിളിച്ചു കഴിഞ്ഞാൽ അത് ഹാപ്പിനെസ്സിലാണ് എൻഡ് ചെയ്യാറ്. അതൊരു സ്പെഷ്യൽ ഫീലിംഗ് ആണ്. പിന്നെ എല്ലാവരും ഒരുമിച്ച് കിട്ടാറ് ഭയങ്കര റെയർ ആണെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ഡേ അടിപൊളിയായിരിക്കും. പിന്നെ നമ്മളായിട്ട് നിൽക്കാൻ പറ്റുന്ന കുറച്ച് സ്പേസ് ഉണ്ടാവില്ല. ഇറ്റ്സ് സംതിങ് സ്പെഷ്യൽ. ഞങ്ങളെ വിഷു അടിപൊളിയായിട്ട് ആഘോഷിച്ചു. ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. കുറേ കുറ്റവും കുറവും ഒക്കെ പറഞ്ഞു. തമിഴാട്ടോ പറഞ്ഞു, ബാക്കിയുള്ളവരൊന്നുമല്ല. ഞങ്ങളെ തന്നെ കുറ്റവും കുറവും പറഞ്ഞു. ഇറ്റ്സ് സംതിങ് ലൈക്ക് വേറൊരു വൈബാണ്. ആൻഡ് ഐ ഫീൽ സോ കംപ്ലീറ്റ്. ആദ്യമൊക്കെ എനിക്ക് വിഷു ആഘോഷിക്കാൻ പറ്റാത്തതിൽ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ടൈമിൽ ഞാൻ പറയുന്നു 2025 വിഷു ഇറ്റ്സ് സംതിങ് ഫീൽസ് ലൈക്ക് ഗ്രേറ്റ് എവർ ഐ ഹാഡ്. കാരണം നമ്മളെ ഇഷ്ടപ്പെട്ടവരെ കൂടി ഇരുന്നിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുമ്പം ഇറ്റ്സ് സോ 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 ഹാപ്പി ആൻഡ് സ്പെഷ്യൽ അല്ലേ? ഇതായിരുന്നറിയോ? ഇതാ Let's go to our home. Bye bye. Oh. Let's go. Bye bye.